ശ്രീ ജേക്കബ് ജോർജ്, അതായത് മരിച്ചുപോയ ആളുകൾ അവരെ മാത്രമാണ് തിരിച്ച് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടായി ഈ പുനരധിവാസത്തിൽ കാണുന്നത്. നമ്മുടെ പൊതുസമൂഹം, ഞാൻ സർക്കാർ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കുന്നില്ല, കേരളം അങ്ങനെയാണ്. ഈ പ്രളയകാലം തൊട്ട് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, പുനരധിവാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, റീബിൽഡിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതാണ് പറയുന്നത്, വാക്ക് കൊടുക്കുന്നത്. അത് വിശ്വസിച്ചവരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ആളുകൾ. കേരളമല്ലേ പറയുന്നത്, കേരളത്തിൻ്റെ അധികാരികളല്ലേ പറയുന്നത്, നടക്കുമത്, അതിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവർക്ക് ഇനിയും തിരിച്ചു കിട്ടാനുള്ള ആളുകൾ ആ മണ്ണിനടിയിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് അവരുടെ ആ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അവിടെ ആ പ്രതീക്ഷയ്ക്ക് കേന്ദ്ര സർക്കാരും കൂടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി വന്ന് നിന്നപ്പോൾ നമ്മളൊക്കെ കരുതിയിടത്ത് ഇപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എന്തോ ഒരു മങ്ങലേൽക്കുന്നത് പോലെ BJPയുടെ പ്രതിനിധികൾ ഈ ചർച്ചകളിൽ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? വയനാടിന് പണം കിട്ടുമോ? അതിൻ്റെ അപ്പുറത്ത് ലാൽ, BJP നേതാക്കൾ പറയുന്നത് 2 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ എന്നാണ്. സമ്പത്ത് വിശദീകരിച്ചു. ഒരു വാർഡിലൊരു 3000 പേരെങ്കിലും, 3000 അല്ല 4000 പേരെങ്കിലും കാണും. കൊച്ചുകുട്ടികളും വൃദ്ധരായവരും എല്ലാവരും ഉൾപ്പെടെ. ശരിക്കും മുരളീധരനാണ് പറഞ്ഞത്. 2 വാർഡല്ലേ ഒഴുകിപ്പോയുള്ളൂ എന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. 2 വാർഡുകളല്ലേ ഒഴുകിപ്പോയുള്ളൂ എന്നുള്ള ചോദ്യം അത് കേരളത്തിൻ്റെ മുഖത്തടിച്ച ചോദ്യമാണ്. കേരളത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും BJP ഒരു ദേശീയ പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഒരു സംസ്ഥാന നേതാവ്, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളോടൊപ്പം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണദാസും പറയുന്നു 2ഓ 3ഓ വാർഡല്ലേ ഒഴുകിപ്പോയുള്ളൂ എന്ന്. എന്തൊരു സങ്കടകരമായ, നീചമായ, ക്രൂരമായ ഒരു കമൻ്റായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതൊരിക്കലും രാഷ്ട്രീയമായിട്ട് ശരിയല്ല. 2 വാർഡല്ല, 2000 പേരോ 5000 പേരോ അല്ല ബഹുമാനപ്പെട്ട കൃഷ്ണദാസ്. ഒരാൾ, ഒരു കുടുംബം ഒഴുകിപ്പോയാലും അത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്, പ്രശ്നമാകണം കൃഷ്ണദാസ്. ഒരാൾ ഒഴുകിപ്പോയാലും, ഒരാളുടെ വീട് ഒഴുകിപ്പോയാലും, ഒരാളുടെ കുടുംബം ഒഴുകിപ്പോയാലും അത് പ്രശ്നമാണ്. പ്രശ്നമാക്കിയില്ലെങ്കിൽ അവൻ രാഷ്ട്രീയക്കാരനല്ല, മനുഷ്യ കുറഞ്ഞ പക്ഷം അല്പം മനുഷ്യത്വമെങ്കിലും ഉള്ള രാഷ്ട്രീയക്കാർ അത് പറയുമോ? പറയില്ല. 2 വാർഡേ ഒഴുകിപ്പോയുള്ളല്ലോ എന്ന്. അതുകൊണ്ട് കേന്ദ്രത്തിന് സഹായം ആവശ്യമില്ല. ഇവിടെ കേരള ഗവൺമെന്റിന് ഞാൻ കണ്ടിടത്തോളം, അല്ല ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു എന്നല്ല, ശ്രീ V മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ചാണ്. കൃഷ്ണദാസ് പറഞ്ഞില്ലേ 2ഓ 3ഓ വാർഡല്ലേ ഒഴുകിപ്പോയുള്ളൂ എന്ന് ഇപ്പം പറഞ്ഞില്ലേ? ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രസ്താവം പിൻവലിക്കുന്നു. പറഞ്ഞില്ലേ ലാലേ? അല്ല പറഞ്ഞില്ലെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ് അത് പരിശോധിക്കാം. എന്തായാലും BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ V മുരളീധരനെ തള്ളിപ്പറയുന്നു കൃഷ്ണദാസ് അങ്ങനെ തള്ളിപ്പറയുന്നു എന്നെങ്കിലും നമുക്കിപ്പോൾ പറയാം. അതെ 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 ഞാൻ ലാലെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ആ V മുരളീധരൻ സംസ്ഥാന നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആള് അല്ല. ഇല്ല, കൃഷ്ണദാസ് അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് തന്നെ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ കാണുന്ന വേറൊരു വലിയ രാഷ്ട്രീയമുണ്ട് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ്. അങ്ങയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന V മുരളീധരൻ പറഞ്ഞു 2 വാർഡുകളല്ലേ വയനാട്ടിൽ ഒഴുകിപ്പോയുള്ളൂ എന്ന്. അത് അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പാപമായി പോയി എന്നൊരു ദുഃഖഭാരം അങ്ങേക്കുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു ആത്മാർത്ഥമായിട്ട്. കേരള ജനതയുടെ മുമ്പിൽ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ജനതയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് അങ്ങത് പറഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്കൊരു വലിയ മനസ്സുണ്ട്. അതിന് ഞാൻ നന്ദി രേഖപ്പെടുന്നു, സന്തോഷം രേഖപ്പെടുന്നു ബഹുമാനപ്പെട്ട കൃഷ്ണദാസ്. മാധ്യമങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ തന്നെ പറയണം സർ, അതിങ്ങനെ തന്നെ പറയണം. ഈ ചർച്ചയിൽ നമ്മുടെ ന്യൂസിലൂടെ P കൃഷ്ണദാസ് എന്ന പാർട്ടിയുടെ വക്താവാണ് അദ്ദേഹം മുൻ അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ പറഞ്ഞ ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ ഒരു ഉപമയെ അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുന്നു. ലാലെ,
അത് അദ്ദേഹത്തെ പ്രശ്നത്തിലാക്കേണ്ട. അദ്ദേഹത്തിന് നമ്മുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കേണ്ട അല്ലേ? അതാണ് എൻ്റെ അഭിപ്രായം. കാരണം രാഷ്ട്രീയമല്ലേ, പറയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറയാം. ഇവിടെ കേരളം ജൂലൈ അവസാനം ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച, ഇന്ത്യ രാജ്യത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തം അതുണ്ടായ ജൂലൈ അവസാനം ആദ്യഘട്ടത്തിൽ തന്നെ പ്രാരംഭ റിപ്പോർട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് താമസിച്ചു പോയി എന്നാണ്. താമസിച്ചു പോയത് കൊടുത്ത് എന്താണെന്നറിയാമോ? അവസാന റിപ്പോർട്ടാണ്. ഇത്രയും വീട് നഷ്ടപ്പെട്ട, കുടുംബത്തെ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഫൈനൽ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ടാണ് കൊടുത്തത്. അതിന് ചില്ലറ കാര്യമൊന്നുമല്ല. ഉദ്യോഗസ്ഥന്മാർ പെടാപ്പാട് പെട്ടിട്ടാണ്. അതിനു മുമ്പ് പ്രധാനമന്ത്രി അവിടെ വയനാട് സന്ദർശിച്ചു, കേന്ദ്രത്തിൻ്റെ വിദഗ്ധ സമിതി അവിടെ സന്ദർശിച്ചു. അവരൊക്കെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടാണ്. അത് സ്വാഭാവികമായിട്ടും താമസിക്കും. എല്ലാത്തരം വിശദമായ കണക്കെടുപ്പിന് ശേഷമേ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയൂ. ഒരു സംസ്ഥാനത്തിനെ കൊണ്ടും കാണിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ സംസ്ഥാനം കാണിച്ചത്. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ലാൽ, ബഹുമാനപ്പെട്ട അമിത്ഷാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ റിപ്പോർട്ട് താമസിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, താമസിക്കുന്നു എന്നുള്ളതൊരു കുറ്റമാണ്. പക്ഷേ ആ നാട്ടുകാരെന്ത് പിഴച്ചു? ബഹുമാനപ്പെട്ട കൃഷ്ണദാസ്, ബഹുമാനപ്പെട്ട ലാൽ, വയനാട്ടുകാരോട് ഇത് കാണിക്കണോ? നിങ്ങളുടെ സർക്കാർ തന്ന റിപ്പോർട്ട് താമസിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചുക്കും തരുന്നില്ല എന്ന് അറിയാമോ? കഴിഞ്ഞ ഒക്ടോബറിലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൊച്ചി വന്നിരുന്നു. പ്രൊഫസർ കെ വി തോമസിൻ്റെ കേരളത്തിൻ്റെ കേന്ദ്ര പ്രതിനിധി കെ വി തോമസിൻ്റെ ഒരു വിദ്യാദിനം പരിപാടിയിൽ പങ്കെടുക്കാൻ. അതിൽ മോഡറേറ്റർ ഞാനായിരുന്നു. കേന്ദ്രമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, പത്രക്കാരും വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാന പത്രക്കാർ, മാധ്യമങ്ങൾ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, മന്ത്രിയോട് അതിൻ്റെ ഇടയ്ക്കൊരു സമയം കിട്ടിയപ്പോൾ ചോദിച്ചു, എന്താണ് വയനാടിൻ്റെ പ്രശ്നം? ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കും എന്നാണ്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ്. കൊടുക്കും, വയനാടിന് ഉചിതമായ പാക്കേജ് കൊടുക്കും എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എറണാകുളത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഞാൻ ആ വേദിയിലുണ്ടായിരുന്നു ലാൽ. അത് കഴിഞ്ഞിട്ട് കെ വി തോമസിനെ നിർമ്മല സീതാരാമൻ ഈ ലോക്സഭ തുടങ്ങിയപ്പോൾ, പാർലമെൻറ്റിൽ സമ്മേളനം തുടങ്ങിയപ്പോൾ, നിർമ്മല സീതാരാമൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, ഞങ്ങൾ കണക്കെല്ലാം കിട്ടി, റെഡിയാണ്, നമ്മളിത് പ്രോസസ്സ് ചെയ്യാണ്, ഉടനെ തന്നെ വയനാടിനുള്ള ദുരിതാശ്വാസ ശ്രീ ജേക്കബ് ജോർജ്, നമുക്കറിയാം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ അടിയന്തര സഹായമായി പണം ഉടനെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ തമിഴ്നാടിൻ്റെ കാര്യവും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ഇപ്പോൾ അങ്ങ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യമൊക്കെ. പക്ഷേ എന്നിട്ടും നമ്മുടെ ചർച്ചകളിൽ ആ ആത്മവിശ്വാസം BJPയുടെ വക്താക്കൾ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസം ഇവിടെ ഉള്ളതും തന്നതും ഒക്കെ തന്നെയല്ലേ എടുത്ത് ചെലവാക്കേണ്ടത്, അത് മതിയല്ലോ, അത് ചെയ്യൂ എന്നാണ്. എങ്കിൽ അതിനകത്ത് എന്താണ് കേരളത്തോടുള്ള ഈ ചിറ്റമ്മ നയം? അതെ ഞാനത് അതാണ് ഞാൻ പറയുക. അതൊരു വാക്കും കൂടെ ഞാൻ പറയട്ടെ, ഈ ഭാഗം എൻ്റേത് അവസാനിപ്പിക്കാം ലാൽ. അതായത് നിങ്ങൾ കേരളത്തിൽ ഞങ്ങളൊന്നും തരത്തില്ല എന്ന് കേരളത്തിലെ BJPക്കാർ പറയുന്നത് പോലെയാണ് ഇവിടെ ഞങ്ങൾ നാട്ടുകാർ കാണുന്നത്. ഇതേക്കുറിച്ച് ഞങ്ങൾ BJP, ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഇവിടെ കേരളക്കാർക്ക്, മലയാളികൾക്ക് ഇത്രയൊക്കെ തരത്തുള്ളൂ, അതൊക്കെ മതി, അതുകൊണ്ടൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കേരളം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം ലാൽ. യെസ്.